നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം നിവിൻ പോളിക്കെതിരെ ഒരു വലിയ ആരോപണം ഉണ്ടായത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതിക്ക് മുമ്പ് ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളോ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്നും തന്നെ കാണുകയുണ്ടായിരുന്നില്ല. ഒരു ദിവസം എപ്പോഴോ കറണ്ട് പോയ പോലെ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ഈ സാധനങ്ങൾ ഓഫ് ചെയ്യുന്നതാണ് കണ്ടത്. മോഹൻലാലിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ആയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? ഇതേപോലെ സ്വിച്ച് ഇട്ട പോലെയാണ് ആരംഭിച്ചത്. ഇതേപോലെ തന്നെ സ്വിച്ച് ഇട്ട പോലെ ഓഫ് ആവുകയും ചെയ്തു. ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആര്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത്ര പെട്ടെന്ന് ഇത്ര വിവാദപരമായിട്ട് അങ്ങനെ കൊട്ടിഘോഷിച്ച ഒരു സംഭവം പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഇട്ട പോലെ ഓഫ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ഫണ്ടിങ് ഉണ്ടോ? ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു പക്കാ തെളിവുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അടിക്കുന്ന അടിയൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സിനിമകളെ കുറിച്ചുള്ള വീഡിയോ ഇടുന്ന ചാനലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സിനിമകളുടെ അപ്ഡേറ്റുകളൊന്നും തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പകരം ഹേമ കമ്മിറ്റിയുടെ അപ്ഡേറ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ തെറ്റല്ല, ഈ സമൂഹത്തിന്റെ തെറ്റാണ്. ഞാൻ വളരെ മാന്യനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത സ്വിച്ച് ഇട്ട പോലെ ഓഫ് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു മറുപുറം കൂടി നിങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ഈ വാർത്ത വന്നതെല്ലാം തന്നെ ഈ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നത്. അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എതിരെയായിട്ടാണ് ഇത് മൊത്തമായിട്ട് ചലിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട്, അതായത് അമ്മയ്ക്കെതിരെ പറയുന്നവർക്ക് അനുകൂലമായിട്ട് WCCയുടെ എണ്ണയൊഴുപ്പ് പരിപാടി കൂടി വന്നതോടുകൂടി തന്നെ ഈ തീ അങ്ങോട്ട് ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മാത്രവുമല്ല, ഈ പറഞ്ഞ പോലെ ചാനലുകളുടെ വലിയ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും ആ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് ഈ സ്വിച്ച് ഇട്ട പോലെ ഇത് ഓഫ് ആവുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഒന്ന്, ഈ ഒരു വിവാദത്തിൽ നേരെ WCCയിലെ ഒരു അംഗമായിട്ടുള്ള നമ്മുടെ രേവതിയുടെ പേര് കൂടി വരുന്നത് കാണാൻ സാധിച്ചു. അതായത് രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ് വന്നപ്പോൾ രേവതിയുടെ പേര് ഇതിനകത്ത് പറഞ്ഞു കേട്ട ആ നിമിഷം മുതൽ തന്നെ ചാനലുകാര് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. കാരണം ഈ പരാതി ഉന്നയിച്ച ചെറുപ്പക്കാരൻ എന്റെ നഗ്ന ഫോട്ടോ രഞ്ജിത്ത് എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന സമയത്ത് ചെറുപ്പക്കാരൻ വീണ്ടും പറയുകയാണ്, അല്ല ഈ രേവതിക്ക് അയച്ചു, അല്ല അതവിടെ നിൽക്കട്ടെ, നമുക്ക് രഞ്ജിത്തിലേക്ക് പറ, അല്ല രേവതി ഇല്ല, അങ്ങനെ ഒരു സ്ത്രീയെ ഇല്ല ഈ ഭൂമിയിൽ, അങ്ങനെ ഒരു പേരേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ചാനലുകൾ പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും, പോയി കണ്ടു നോക്കുക. ഇതേ രീതിയിൽ ഇരട്ടത്താപ്പ് ഒരു ചാനലല്ല, 2 ചാനലല്ല, മലയാളത്തിലെ വാർത്താ ചാനലുകളെല്ലാം തന്നെ ഇതേ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. രേവതി അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്ന കാഴ്ച ഉണ്ടായിരുന്നില്ല. WCC പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത മാതിരി ഈ പരിപാടികൾ നിർത്തുന്നത്, ഈ വിവാദങ്ങളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തുന്നത് നമ്മൾ ആ നിമിഷം കണ്ടതാണ്. പിന്നീട് 2 ദിവസത്തോളം ഈ രേവതി എന്നുള്ളൊരു പേര് പറയാതെ ചാനലുകാർ കഴിച്ചു കൂട്ടുന്നു, മിണ്ടാതെ WCC കഴിച്ചു കൂട്ടുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ ഇതിനകത്ത് ആളിക്കത്തുന്നത് കാണാൻ സാധിക്കുന്നു. തൊട്ടടുത്ത ദിവസം, ഈ പറഞ്ഞ 2 ദിവസത്തിനിടയിൽ തന്നെ അടുത്ത വാർത്ത പുറത്തു വരികയാണ്. റീമ കല്ലിങ്കലും ആഷിഖ് അബുവും കൂടി സ്ത്രീകളെ സിനിമയിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട്, സ്ത്രീകളെ എന്നല്ല കുട്ടികളെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് മയക്കുമരുന്നിന് അടിമകളാക്കുന്നു, അവരെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു, അല്ലെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത ഒരു പ്രശസ്ത ഗായിക പുറത്തുവിട്ടിരുന്നു. അവർ ഇവരുടെ പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ നേരിട്ട് കണ്ടതാണ് എന്നുള്ള കാര്യം കൂടി അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഇവർ നടത്തുന്ന പാർട്ടികളിലെല്ലാം തന്നെ മയക്കുമരുന്നിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെയെല്ലാം സ്ത്രീകൾ, ഈ പറഞ്ഞ പെൺകുട്ടികൾ ഇത് ലൈംഗിക ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നും അവർ പറയുന്നുണ്ട്. ആ പെൺകുട്ടികളെല്ലാം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ് എന്നും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിലെ ഒരു മാധ്യമവും ഈ പറഞ്ഞ വാർത്ത കേട്ടില്ല, കണ്ടില്ല. അവർ കരുതി അവർ കണ്ണടച്ചാൽ മലയാളം
മലയാളികൾ ഇത് കേൾക്കില്ല എന്ന് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇത് അവർ അറിയുന്നതിന് മുമ്പ് തന്നെ കേരളം മൊത്തം ഈ ഒരു വാർത്ത അറിഞ്ഞിരുന്നു. പിന്നെ ഇത് അറിയാത്ത കുറച്ച് ആളുകളുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെ TV-ക്ക് മുമ്പിലിരുന്ന് സീരിയൽ കണ്ട് കരയുന്ന കുറച്ച് ചേച്ചിമാർ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ചേച്ചിമാർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ടാവും. അവർ മുഖേനയും ഇവർ അറിയാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ മാപ്രകൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് അതാണ് ഭൂമിയിൽ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന കാലങ്ങൾക്ക് പോയിട്ട് ഏകദേശം ദൂരദർശനിലെ വാർത്ത എന്ന് തീർന്നു അന്ന് മുതൽ ഈ ഒരു കാലം പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി തൊട്ട് 7:15 വരെയാണെന്ന് തോന്നുന്നു ഒരു 15 മിനിറ്റ് മാത്രമുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു ദൂരദർശനിലെ ആ വാർത്ത കേൾക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ചെറുപ്പകാലത്ത് ഏതെങ്കിലും ഏരിയകളിൽ ഒരു വീട്ടിലൊക്കെ ആയിരിക്കും TV ഉണ്ടാവുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഒരു വീട്ടിൽ ആ TV ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വീട്ടിലെ വൈകുന്നേരം 7 മണിയാവുമ്പോൾ ആ നാട്ടിലുള്ള സകല ആളുകളും ഒത്തുകൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പോ ഉള്ള കാലമല്ല. 90കളുടെ ആരംഭത്തിലും 90കളുടെ എൻഡ് വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു. 90കളുടെ പകുതി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിലൊക്കെ TV വന്നിരുന്നു. പക്ഷെ ഏതാണ്ട് 90കളുടെ എൻഡ് വരെ അപ്പോഴും നമ്മുടെ വീട്ടിലും TV കാണാനായിട്ട് ആളുകൾ വന്നിരുന്നു. ഏകദേശം ഒരു 90കളുടെ പകുതി വരെ ഈ പറഞ്ഞ പോലെ ഒരു ഏരിയയിൽ ഒരു വീട്ടിലേക്ക് TV ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തീർന്നതാണ് ഈ വാർത്തയോടുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ വാർത്ത കാണുന്നതിനുള്ള ആ ഒരു ത്വര. ബാക്കി ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കാൻ വേണ്ടി ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നതോടുകൂടി ഈ വാർത്ത എന്ന് പറയുന്ന സംഭവത്തോടുള്ള ആത്മാർത്ഥത പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ ചാനലുകളെല്ലാം തന്നെ നമ്മുടെ റീമ കല്ലിങ്കൽ എന്നുള്ള പേരേ മറന്നുപോയി. റീമ കല്ലിങ്കൽ ഏതാ, WCC ഏതാ, ആഷിഖ് അബു അതാരാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നു. അതിന്റെ ഇടയ്ക്ക് ആഷിഖ് അബു വേറൊരു കളി കളിച്ചു. അമ്മ എന്ന സംഘടനയെ പിടിച്ച് ഉമ്മ എന്ന സംഘടനയാക്കാൻ വേണ്ടി ഒരു കളി കളിച്ചിരുന്നു. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് വളരെ കോമഡി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതും ഈ ചാനലുകാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി അവരിത് പറഞ്ഞിരുന്നു. അതായത് യൂണിറ്റി ഓഫ് ആ ഒരു സംഭവം വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഉമ്മ എന്ന സംഘടനയായിട്ട് മാറുമെന്നുള്ളൊരു കാര്യം അവരെന്തോ കണക്ക് കൂട്ടിയപ്പോൾ അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവരത് പറയാൻ ശ്രമിച്ചില്ല. എന്ന് തന്നെയാലും ആ ഒരു സംഭവം അവിടെ നിൽക്കുന്ന സമയത്ത്, അതായത് ആഷിഖ് അബുവിന്റെയും റീമ കല്ലിങ്കലിന്റെയും കേസ് പുറത്തു വരുന്ന സമയത്ത് ഈ സാധനം സ്വിച്ചിട്ട പോലെ അങ്ങോട്ട് നിൽക്കുന്നു. പിന്നീട് ഇതിനെപ്പറ്റി ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിന്റെ ഫണ്ട് വന്നത് എവിടെയാണ്? എവിടെ നിന്നാണ് ഇതിന്റെ ഫണ്ട് വന്നത്? ആരാണ് ഇതിനെ ഈ ഇത്രയും വലിയൊരു സംഭവങ്ങളിലേക്ക് മാറ്റിയത്? ഇതിന്റെ ഫണ്ട് വന്നിരിക്കുന്നത് നേരത്തെ തൊട്ട് തന്നെ ആൾക്കാർ പറയുന്നതാണ്. ആൾക്കാർ മീൻസ് സിനിമയ്ക്കകത്തു നിന്നുള്ള ആളുകൾ പറയുന്നതാണ് ഇതിന്റെ ഫണ്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കളിക്കുന്നത് വേറെ ആരുമല്ല ഫോർട്ട് കൊച്ചി ഗ്യാങ് ആണ് എന്നുള്ളതാണ്. ഫോർട്ട് കൊച്ചി ഗ്യാങ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മാഫിയയുടെ ഗ്യാങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായി പോകും, കാരണം അതിനൊന്നും ഇപ്പോൾ വലിയ മാർക്കറ്റില്ല. മയക്കുമരുന്ന് മാഫിയയുടെ ആളുകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മയക്കുമരുന്ന് സിനിമയിൽ ആരാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമയിൽ ആരാണ് മയക്കുമരുന്നിന്റെ സംസ്കാരം കൊണ്ടുവന്നത് എന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആരുടെ സിനിമാ സെറ്റുകളിലാണ് മയക്കുമരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഉത്തരം കണ്ടെത്താവുന്നേ ഉള്ളൂ. ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു വ്യക്തിയായിരുന്നു സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണ് ഒരു വലിയൊരു ലിസ്റ്റുമായിട്ടാണ് വന്നത്. സത്യത്തിൽ അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും ജനങ്ങൾ അറിഞ്ഞതാണ്. പക്ഷെ ചാനലുകാർ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല അവര്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ രസകരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കെതിരെ ആരൊക്കെ ശബ്ദിച്ചോ അവരെയൊക്കെ ഇവര് പീഡന കേസുകളിലേക്ക് പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഈ നേരത്തെ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇതിനകത്ത് പേര് കേൾക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 10-45 കൊല്ലമായിട്ട് അവർ ഒരു പ്രശ്നത്തിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ടോർച്ചറിങ് വന്നതുകൊണ്ട് മാത്രമാണ് മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിച്ച് കണ്ടത്. രണ്ടുപേരും ഏതാണ്ട് കാർബൺ കോപ്പി എടുത്ത് വെച്ചിട്ട് മോഹൻലാൽ പറഞ്ഞ അതേ സെയിം സാധനം തന്നെ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ആളാണ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് തോന്നുന്നു. എന്തിനേലും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കില്ലാവില്ല. കാരണം അവർ ഇവർക്കെതിരെ ഈ മയക്കുമരുന്നിനെതിരെയും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആലോചിക്കുക, ഇനിയും ഫോർട്ട് കൊച്ചി മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പേരുകളും വന്നേക്കാം. നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്
ആരെങ്കിലും ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ വന്നേക്കാം. ഈ വന്നവരുടെ ചരിത്രം തേടി പോകരുത്. കാരണം അവർ ചിലപ്പോൾ ചൈനയിൽ വെച്ചിട്ട് സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ച വ്യക്തിയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും തേടി പോരുത്. അവർ വന്നിട്ട് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ അതങ്ങോട്ട് അംഗീകരിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഹണി ട്രാപ്പിൽ കുടുങ്ങിയ മയക്കുമരുന്നിന് അടിമയായിട്ടല്ല, കഞ്ചാവിന് അടിമയായിട്ടുള്ള ഹണി ട്രാപ്പ് ദമ്പതികൾ ഒക്കെ ആയിരിക്കും വന്നിട്ട് നിങ്ങൾക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വച്ചേക്കുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ചില ആളുകൾക്ക് ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്ന് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തുക. കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ, അതായത് അവിടെ ഇവിടെയും തൊടാതെയൊക്കെ പല വീഡിയോസും ചെയ്യാറുണ്ട്. മനസ്സിലാവാൻ അല്പം കോമൺ സെൻസ് മതി. അതില്ലാത്തവർ വന്നിട്ട് പല കമന്റുകളും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും ഇതിനകത്ത് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.